ഞാനിപ്പോൾ ഉള്ളത് പയ്യാവൂർ ശിവക്ഷേത്രത്തിനടുത്താണ്. ശിവക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ഊട്ടുത്സവത്തിന് അരിയും കൊണ്ട് കൊടകിൽ നിന്നും വന്ന കാളക്കൂട്ടങ്ങളാണിത്. അപ്പോൾ ഇപ്പോഴേ ഓമനക്കാഴ്ച ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ കാളകളെല്ലാം തിരിച്ച് പോകുന്നതാണ്. ഓമനക്കാഴ്ച ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ചു പോകും. ഇന്ന് കുംഭം 10ആണ്. അപ്പോൾ 10ാമത്തെ ഉത്സവമാണിന്ന്. അപ്പോൾ 10ാമത്തെ ഉത്സവത്തിന്, അതായത് 10 ദിവസത്തെ ഉത്സവം, ഈ ഉത്സവത്തിൽ അരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. കൊടകിൽ നിന്നാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് വഴിയാണ് വരുന്നത്. ഈ ഒരു ദിവസം മാത്രമാണ് ഫോറസ്റ്റ് ഇതിനു വേണ്ടി തുറന്നു കൊടുക്കുന്നത്. അതായത് ഒന്ന് കാള വരാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകാനും, പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഉത്സവം അറിയിച്ചുകൊണ്ട് വെളിച്ചപ്പാട് അങ്ങോട്ട് പോകാറുണ്ട്. ആ ഒരു കാര്യത്തിനും വേണ്ടി മാത്രമാണ് ഈ ഒരു പാത ഉപയോഗിക്കുന്നത്. അതായത് പയ്യാവൂരിൽ നിന്നും കുന്നത്തൂർ പാടി പാടാങ്കവല വഴിയാണ് ഇവർ പോകുന്നത്. തിരിച്ച് കർണാടകയിലേക്കാണ് പോകുന്നത്. കർണാടക കൊടകിലേക്ക് അവർ മലം പാത വഴിയാണ്. അത് പൊതുജനങ്ങളൊക്കെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. ഇനി അടുത്ത വർഷം മാത്രമാണ്, അടുത്ത വർഷം ഊട്ടറിയിക്കാൻ വേണ്ടി പോകും. പയ്യാവൂർ അമ്പലത്തിൽ നിന്നും ഊട്ടറിയിക്കാൻ വേണ്ടി പോകുമ്പോൾ മാത്രമാണ് പിന്നീട് ആ പാത തുറന്നു കൊടുക്കാറ്. അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാതയിൽ ഇതുപോലെ സാധാരണ പോലെ തന്നെയായിരിക്കും. അപ്പോൾ ഈ വർഷത്തിൽ 4 പ്രാവശ്യം മാത്രമാണ് അതിലൂടെ ജനസഞ്ചയം ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ കൊടകുന്ന് വന്നവരാണ്. പയ്യാവൂർ ഉത്സവം, പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ ഉത്സവമാണ്. കൊടകിൽ നിന്ന് വന്നവരാണ്. ഇതിൻ്റെ പുറത്താണ് അരിയും കൊണ്ടുവരുന്നത്. ഇപ്പോഴും ആ പാരമ്പര്യ സമ്പ്രദായങ്ങൾ തന്നെയാണ്. അതായത് കാളപ്പുറത്ത് അരിയും കൊണ്ട് അവിടെയുള്ള തറവാട്ടുകാർ, അതായത് ഒരു 1-2 തറവാട്ടുകാരുണ്ട് കൊടകിലുള്ള, അവരാണ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ചൂളിയാട്ടുകാരുടെ ഓമനക്കാഴ്ച ഇപ്പോൾ 4 മണിയോട് കൂടിയിട്ട് ഇവിടെ എത്തും. ആ 4 മണി കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തിരിച്ചു പോകുന്ന ഒരു തിരക്കിലായിരിക്കും. പിന്നീട് ഒരു നിമിഷം പോലും പിന്നെ അവരിവിടെ നിൽക്കത്തില്ല എന്നുള്ളതാണ്. കുംഭമാസം 18 നമ്മൾ അവിടെ നിന്ന് നമ്മുടെ കാലികൾ അരി ആളുകളെല്ലാം ഇടത്തേക്ക് അമ്പലക്ക് പോകും, വരും. വന്നിട്ട് ഉച്ചവരെ കബ്ബേന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, കബ്ബേ മട്ട. ദേവർ വന്നിട്ട് അവിടെ നിന്ന്. നിങ്ങളുടെ പേരെന്നാ? എൻ്റെ പേര് സ്വാമയ്യൻ. ഇത് ഏത് തറവാടാണ് ഇത്? പിന്നെ കൊടകിൽ എല്ലാ തറവാടും കടിയത്നാട്. അത് അവിടെ ഈ പിന്നെ നമ്മളെ ഊട്ട അറിയിക്കാൻ വേണ്ടി കൊമർത്തച്ഛ ഞമ്മളുടെ അടുത്തേക്കെല്ലാം വരുന്നുണ്ട്. കൊല്ല വരുന്നുണ്ട്. എല്ലാ കൊല്ലം വരും. ഇതിപ്പോ നിങ്ങൾ ഇതല്ലേ ഫോറസ്റ്റ് വഴിയല്ലേ? അത് തന്നെ, അതേ പേര്. ഈ ഒരൊറ്റ കാര്യത്തിന് മാത്രമല്ലേ ഓപ്പൺ ചെയ്യുള്ളൂ അല്ലേ? ഇത് എത്ര പിന്നെ ഇത് ഇവിടെ കാഴ്ച എത്തിക്കഴിഞ്ഞാൽ ആ നിമിഷം പോവല്ലേ? ഇല്ല, കാഴ്ച നമ്മൾ 8ാം തീയതി വന്നു. ചൂടിയായിട്ട് കാഴ്ച നോക്കിയിട്ടേ നമ്മൾ ഇവിടെ പോകുന്നത്. നമ്മൾക്ക് ഇന്നൊരു ഇതെല്ലാം ഉണ്ട് അവിടെ. ഒരു നമ്മൾ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഒരു ആട്ടെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകും. എല്ലാം കൊടുക്കുന്നതിന് എല്ലാം. നിങ്ങളുടെ പേര്? സോമയൻ. അപ്പോൾ ഇപ്പോൾ സംസാരിച്ചത് ആ തറവാട്ടുകാരാണ്. ആ തറവാടിൽ നിന്ന് അവരാണ് ഈ ഇതൊക്കെ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ മുകളിൽ അരിയാണ് കൊണ്ടുവരുന്നത് പ്രധാനമായിട്ടും. അരിയും ഇതൊക്കെ, അതായത് ഊട്ടുത്സവത്തിന് വേണ്ടിയിട്ടുള്ള അരിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്.